അവിടെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബാ, ഈ പ്രതിഫലം കിട്ടുന്ന അമലേതെന്നറിയുമോ? അത് അള്ളാഹുവിനെ സ്മരിക്കലാണ്, അള്ളാഹുവിന്റെ ദിക്റുകൾ പറയലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ദിക്റുണ്ടല്ലോ, അള്ളാഹു തന്ന നാവ് കൊണ്ട് പടച്ചവനെ സ്തുതിക്കലുണ്ടല്ലോ, ആ അള്ളാഹുവിനെ സ്മരിക്കലുണ്ടല്ലോ, ആ ദിക്റ് പറയലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അർബഉ മൻ ഉതിയഹുന്ന ഖൈറദ് ദുനിയാ വ ഖൈറദ് ദുനിയാ വൽ ആഖിറ. 4 കാര്യങ്ങൾ ലഭിക്കുന്നവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടിരിക്കുന്നു. അവന്റെ ദുനിയാവും രക്ഷപ്പെട്ടു, ആഖിറവും നഷ്ടപ്പെട്ടു. ഈ 4 കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലാണ്? ഈ പറയുന്ന നന്മകൾ ആർക്കാണ് ഉള്ളത്? അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അതിലെ ഒന്നാമത്തെ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖൽബുൻ ഷാകിറ, ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടല്ലോ, അതാ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും തിരിച്ച് നന്ദി കാണിക്കുന്ന ഒരു മനസ്സ്. ആ മനസ്സ് ഏത് മനുഷ്യനുണ്ടോ അവന്റെ ദുനിയാവൻ രക്ഷപ്പെട്ടു, അവന്റെ ആഖിറവൻ രക്ഷപ്പെട്ടു. എന്നിട്ട് പ്രവാചകൻ രണ്ടാമതായി പറയുകയാണ്, വലിസാനുൻ ദാകിറാ, ദിക്റ് പറയുന്ന ഒരു നാവുണ്ടല്ലോ, ദിക്റ് പറയുന്ന ഒരു നാവുണ്ടല്ലോ, അത് ഏത് മനുഷ്യനാണോ ലഭിച്ചത് അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, അങ്ങനെ ഒരു നാവ് നമ്മളിൽ ആർക്കാവുള്ളത്? ദിക്റ് പറയുന്ന ഒരു നാവ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏത് ദിക്റുമാകട്ടെ, ഏത് ദിക്റുമാകട്ടെ, ദിക്റ് പറയുന്ന ഒരു നാവ് നമ്മളിൽ ആർക്കാവുള്ളത്? പടച്ചവനെ, പള്ളിയിൽ വന്ന് നമസ്കാരം കഴിഞ്ഞ് ആ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ടിരുന്നു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറയാൻ പോലും സമയമില്ലാതെ ഇറങ്ങി ഓടുന്നവരാ. എന്തിന് ഇമാമു ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ പോലും സമയമില്ലാത്തവർ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ ആർക്കാണ് പടച്ചവനെ ദിക്റ് പറയുന്ന ഒരു നാവുള്ളത്? അങ്ങനെ ദിക്റ് പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഇസ്റാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമതൂതുന്ന ഒരു രംഗമുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ളവർ മുഴുവനും മണ്ണിന്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. തലയുടെ മുകളിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞ് ആരാണ് എന്നെ വിളിച്ചു നിർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട്, പേടിച്ചു വിറച്ചുകൊണ്ട്, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഇതുപോലെ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ അല്ലാഹുവിന്റെ കോടതിയിൽ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരമരുന്ന പ്രവാചകന്മാർ, അംബിയാ, മുർസലീങ്ങൾ, അവരുടെ അനുയായികൾ, അവരുടെ സമുദായങ്ങൾ എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലുണ്ടല്ലോ. എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ, ചെരുപ്പില്ലാതെ, വസ്ത്രമില്ലാതെ, നഗ്നരായിട്ട് തല താഴ്ത്തി പിടിച്ചുകൊണ്ട്, പേടിച്ചു വിറച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ നിന്ന് നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് ജനങ്ങൾ സ്വന്തമായിട്ട് കൈ സംസാരിക്കുന്നു, കണ്ണ് സാക്ഷി പറയുന്നു, ചെവി സാക്ഷി പറയുന്നു, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നാളെ റബ്ബിന്റെ മുന്നിൽ നാവൊഴിച്ചെല്ലാരും സംസാരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ സ്വന്തം ശപിക്കുന്നു, യാ വൈലതാ, യാ ഹസ്രതാ,
എന്റെ നാശമേ, എന്റെ നാശമേ. യഥാ പടച്ചവനെ നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ സ്വന്തം ശപിക്കുകയാണ്. അത് മാത്രമല്ല ഖുർആൻ പറയുന്നു യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ. ജന്മം നൽകിയ പിതാവിന് മക്കളെ വേണ്ട, നൊന്തു പ്രസവിച്ച ഉമ്മയ്ക്ക് തന്റെ പൊന്നാര മകനെ വേണ്ട, കൂടപ്പറപ്പുകൾക്ക് തിരിച്ചറിയാൻ സമയമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം, എല്ലാവർക്കും അവരവരുടെ കാര്യം. അന്ന് നരകത്തെ കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ, വൈദാ റഅത്തഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കും തന്റെ അനുയായികളും അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. പടച്ചവനെ കൊണ്ടുവരുന്ന രംഗമെങ്ങനാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മുത്തുനബിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞു കൊടുത്തു, സ്വഹാബാ 70,000 ചങ്ങലകളുണ്ടല്ലോ, 70,000 ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ മലക്കുകൾ ബന്ധിപ്പിക്കുകയാണ്, എന്നിട്ടിങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് 70,000 ചങ്ങല നിസ്സാരമായിട്ട് തോന്നാ. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന ചങ്ങല വളരെ ചെറുതാണ്. എങ്കിലും മുത്തുനബി പറയുന്നു, മോനെ, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, ചങ്ങലയിൽ ഇങ്ങനെ ഓരോ കൊളുത്തുകളുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന കൊളുത്തിന്റെ വലിപ്പം എത്രയാണ്? അത് വളരെ ചെറുതാണല്ലോ. ഏറ്റവും കൂടുതൽ ആനയെ കെട്ടിയിടുന്ന ചങ്ങല പോകട്ടെ, അല്ലെങ്കിൽ ഷിപ്പിൽ പോകുമ്പോൾ കപ്പലുകൾ കെട്ടിയിടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ വലിപ്പം പോലും എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. എങ്കിലും നാളെ പടച്ചുറപ്പിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിൽ ഒരു കൊളുത്തുണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു കൊളുത്തുണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതാണെങ്കിൽ ചിന്തിച്ചു നോക്ക് സഹോദരാ, ചിന്തിച്ചു നോക്ക് സഹോദരാ. 70,000 ചങ്ങലകൾ നരകത്തിന്റെ ഒരു ഭാഗത്തെ അവിടെ നിന്ന് ബന്ധിപ്പിക്കുകയാ. പടച്ചവനെ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകൾ. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാണ്. ഇങ്ങനെയാ നരകത്തിന്റെ ഒരു ഭാഗത്ത് റബ്ബിന്റെ മുന്നിലേക്ക് തലതാഴ്ത്തി പിടിച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ട് റബ്ബിന്റെ മലക്കുകൾ മാലിക്കുന്ന മലക്കും തന്റെ അനുയായികളും അവിടെ നിങ്ങനെ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. ആ രംഗം കാണുമ്പോ റബ്ബേ, നമ്മൾ പൊന്നേ കരളെ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ ഭക്ഷണം വാരിക്കൊടുത്ത് മടിയിലിരുത്തി താലോലിച്ച് എന്റെ മകനാണ്, എന്റെ മകളാണ് എന്ന് നാട്ടുകാരോട് സ്നേഹത്തോടു കൂടി പറഞ്ഞ നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കൾ അല്ലാഹുവോട് പറയുന്നു, നാഥാ, എന്റെ മാതാപിതാക്കളുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം മുഴുവനും എന്റെ മാതാപിതാക്കളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവരെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലാ, എനിക്ക് സ്വർഗം തരണേ എന്ന് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് വെച്ച് പറയുമെന്ന് മുത്തുനബി പറയുമ്പോ, ആ ഭയാനകമായ പരലോകത്ത് പേടിച്ച് വിറച്ചുകൊണ്ട് എല്ലാവരും ചെമ്പിന്റെ തറയില് വിയർപ്പിന്റെ അകത്ത് ചെയ്തു പോയ പാപത്തിന്റെ കണക്കനുസരിച്ച് മുട്ടുവര, അരവര, നെഞ്ചുവര, കഴുത്തുവര ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങിത്താന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ള പറയുന്നു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ലബഅസല്ലാഹു അഖ്വാമൻ യൗമൽ ഖിയാമ, ഒരു വിഭാഗത്തെ അല്ലാഹു തെരഞ്ഞെടുക്കുകയാണ്. മാണിക്യം തിരയുന്നത് പോലെ, മുത്തുകളെ തെരഞ്ഞെടുക്കുന്നത് പോലെ ആ കോടാനുകോടി ജനങ്ങളുടെ നടുവിൽ നിന്ന് അല്ലാഹു ഒരു വിഭാഗത്തിനെ ഇങ്ങനെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അവരെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുകയാ. അല്ലാഹു ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഫീ വുജൂഹിഹിമുൻ നാർ വഫീ വുജൂഹിഹിമുൻ നൂർ,
അവരുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാ. 14 രാവിലെ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അലാ മനാബീരിൽ ഉലുഇ യഅ്ബുതൂന ബിന്നാസ്. റസൂലുള്ളാഹി പറയുകയാണ്, അവരുടെ മുഖങ്ങൾ അവിടെ നിന്ന് പ്രകാശിക്കുന്നുണ്ട്. അവര് പടച്ചവനെ പീഠങ്ങളിൽ ഇരിക്കുകയാണ്, രത്നങ്ങളുടെ പീഠങ്ങളിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ഇങ്ങനെ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത് ജനങ്ങൾ കാണുമ്പോ അസൂയ തോന്നുകയാണ്. ആരാണ് പടച്ചവര്? ഇവരാരാണല്ലാ? ഇവരെന്ത് നന്മ ചെയ്തതിന് പകരമാണ് അല്ലാഹു ഇങ്ങനെ ഒരു പ്രതിഫലം കൊടുക്കുന്നത്? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു ഇങ്ങനെ ഓരോ വിഭാഗത്തിന് ഒരാൾക്കാരെ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കും. ഓരോ ആൾക്കാരെ ഇങ്ങനെ തെരഞ്ഞെടുക്കും, എൻ്റെ അടുത്തേക്ക് വാ എന്ന് വിളിച്ചിട്ട് അവരുടെ മുഖം വല്ലാതെ പ്രകാശിക്കുന്നുണ്ട്. അവരുടെ മുഖം വല്ലാതെ 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. അതുമാത്രമല്ല, രത്നങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ, സിംഹാസനങ്ങളിൽ അല്ലാഹു വിവിഐപികളെ പോലെ കയറ്റിയിരുത്തുകയാ. എന്നിട്ട് അല്ലാഹു ആ കൂട്ടത്തെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത് കാണുമ്പോൾ കണ്ണും തള്ളി നിൽക്കാ. ബാക്കി എല്ലാവരും ആരാ പടച്ചവനെ ഇവരെന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു ഇങ്ങനെ ഒരു സ്ഥാനവും മഹത്വവും നൽകിയത്? എല്ലാവരും വളരെ അത്ഭുതത്തോടെ അസൂയയോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്. അവരാരെന്നറിയുമോ? അവര് ഹാഫിളീങ്ങളല്ല, ആലിമീങ്ങളല്ല, ഹജ്ജ് ചെയ്തവരല്ല, ഉംറ ചെയ്തവരല്ല, 5 നേരം നിസ്കരിച്ചവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല. മുത്തുനബി അവിടെന്ന് പറയുന്നു ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നാവിനെ നനച്ചവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നവരാരാണ്? അല്ലാഹു തന്ന ഈ നാവ് കൊണ്ട് ദിക്ർ പറഞ്ഞ് നാവിനെ നനച്ചവർ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നമ്മൾ ആ കൂട്ടത്തിൽ പെടുവോ? ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ? എന്തിനാ വല്ലവരുടെ കാര്യം നോക്കണേ? ഞാൻ എൻ്റെ കാര്യം നോക്കി ഇന്നത്തെ ദിവസം ഞാൻ എത്ര സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടുണ്ട്? സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഇതിന്റെ പേരിലെങ്കിലും ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഞാൻ എത്ര സുബ്ഹാനല്ലാഹ് പറഞ്ഞു, ഞാൻ എത്ര അൽഹംദുലില്ലാഹ് പറഞ്ഞു, ഞാൻ എത്ര അല്ലാഹു അക്ബർ പറഞ്ഞു? ഞാൻ സ്വന്തം ചോദിച്ചാ പോരെ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, നമ്മളിൽ എത്ര പേരാണ് ഇന്നത്തെ ദിവസം ദിക്ർ പറഞ്ഞിട്ടുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിക്ർ പറയാൻ പറയുമ്പോൾ ദിക്ർ പറയണം. അത് പറയണമല്ലോ. അത് പറയുന്നതിന്റെ പ്രതിഫലമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ആ ദിക്ർ പറയുന്ന ഒരു നാവ്, കള്ളം പറയുന്ന നാവാ നമുക്കുള്ളത്. പരദൂഷണം, ഏഷണി, ഇല്ലാ കഥകൾ പറയാൻ നമ്മുടെ നാവ് കൊണ്ടതാ. അള്ളാന്റെ പള്ളിക്കകത്ത് വന്ന് നമസ്കരിക്കും, ആ നമസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഇരുന്നിട്ട് നമ്മൾ തുടങ്ങും ഇറച്ചി തിന്നാൻ. ഇതല്ലേ നമ്മുടെ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു തന്നിരിക്കുന്ന ഈ നാവാണ് ഏറ്റവും വലിയ വിഷയം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാം പറഞ്ഞിട്ട് അകത്ത് കയറി സേഫായിരിക്കുക അല്ലേ? എല്ലാം പറയുകയും ചെയ്യുക, അകത്ത് കയറി 32 പല്ലുകൾക്കിടയിൽ അളിയങ്ങൾ സുഖിച്ചിരിക്കുക. നാളെ ഇതിന് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. അള്ളാഹു ഇതങ്ങ് സീൽ ചെയ്യും. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് സിറാജിന്റെ കൈ സംസാരിക്കും. അള്ളാഹുവേ, ഈ കൈ കൊണ്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്തു പടച്ചോനെ. അള്ളാഹുവിനോട് എൻ്റെ കൈ സംസാരിക്കുമ്പോൾ അടുത്ത അവയവൻ ചിലപ്പോൾ കാല് പറയും, പടച്ചോനെ ഞാൻ കണ്ടതും പുരാന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ദിക്ർ പറയുന്ന ഒരു നാവ് നമുക്കുണ്ടാകണം. അള്ളാഹു അങ്ങനെ ഒരു നാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്റുകൾ പറയണം. അത് ഒറ്റയ്ക്കാകട്ടെ, കൂട്ടാകട്ടെ, രഹസ്യമായി ചെയ്യുന്ന ഒരു ഇബാദത്ത്. രഹസ്യമായി ചെയ്യുന്ന ഒരു ഇബാദത്ത്, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞ നീയും അല്ലാഹു മാത്രം അറിയുന്ന ഒരു രഹസ്യമാ ഒരു ദിക്ർ പറയൽ. ആ ദിക്ർ പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദിക്ർ പറയുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മന്നക്സറ ദിക്റല്ലാഹ് ഫഖദ് ബരിഅ മിനൻ നിഫാഖ്. അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ദിക്റുകൾ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം നിഫാഖിൽ നിന്ന് അല്ലാഹു കാവൽ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, കാപട്യമുണ്ടല്ലോ. പടച്ചവനെ, താടിയുണ്ട്, തഴമ്പുണ്ട്, നിസ്കാര തഴമ്പുണ്ട്, ഖുർആനോതും ഹദീസ് പറയും, എല്ലാം ചെയ്യും. പക്ഷേ പടച്ചവനെ, പലരുടെയും ജീവിതം വളരെ മോശമാണ്. മുനാഫിക്കീങ്ങൾ പടച്ചവര് എന്തെല്ലാമാണ് അവർ പറയുന്നത്, അവരുടെ ഗുണങ്ങൾ എന്താണ്? ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിഭാഗമാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാർക്കാ? അള്ളാഹുവിന്റെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാർക്കാ? കള്ളുകുടിക്കുന്നവർക്കാണോ? പറചങ്ങാതിയാണോ? അള്ളാഹുവിന്റെ നരകത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന ആർക്കാ? ഏറ്റവും വലിയ ശിക്ഷ വ്യഭിചരിക്കുന്നവനോ, പലിശ ഇന്നുന്നവനോ, നിസ്കരിക്കാത്തവനോ, നോമ്പ് പിടിക്കാത്തവനോ, സദക്ക കൊടുക്കാത്തവനോ, ചീത്ത വിളിക്കുന്നവൻ ആർക്കാ? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മറ്റേ ടീമിനാണ്. അല്ല, അള്ളാഹുവിന്റെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന ആർക്കാ? അത് മുനാഫിക്കിനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം. നമ്മുടെ കൂടപ്പുറപ്പ് നമ്മളെ എന്തെങ്കിലും പറഞ്ഞ, എന്നിട്ട് നാട്ടുകാരെന്തോ പറയട്ടെ, കളയും. കൂട്ടുകാരെന്തോ പറയട്ടെ, കളയും. എടാ, എന്നാലും നീ എൻ്റെ കൂടപ്പുറപ്പല്ലേടാ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ലേ, നമ്മൾ ചോദിക്കാറുണ്ട്. ഇതുപോലെയാണ് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ കൂടെ നടക്കും മുസ്ലിമാന്ന് പറഞ്ഞിട്ട്. മുസ്ലിമിന്റെ കൂടെ താടിയും തഴമ്പും തലപ്പാവും എല്ലാം ഉണ്ടാകും. ചിലപ്പോൾ കമ്മിറ്റിയിലും കാണും, ഫസ്റ്റ് സഭയിൽ കാണും, നിസ്കരിക്കാൻ ഒക്കെ ഉണ്ടാകും. പക്ഷേ മുനാഫിക്കിന്റെ സ്വഭാവം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ കറക്റ്റ് നോക്കിക്കേ, നിങ്ങൾ ചിന്തിക്ക്, ലോക്ക്ഡൌണിന്റെ സമയം വന്നപ്പോൾ പറഞ്ഞു ജുമാ ഇല്ല. അപ്പൊ ജുമാ നിസ്കരിക്കാൻ പോലീസിന്റെ കണ്ണ് വെട്ടിച്ചു മതില് ചാടി പള്ളിക്കകത്തല്ല വീട്ടിനകത്ത് വരെ ജുമാ നിസ്കരിക്കും, ഇല്ലേ? അന്നൊക്കെ പല വീടിന്റെ അകത്തും ജുമാ നിസ്കാരമുണ്ട്. പോലീസ് വരുമ്പോ മതില് ചാടി ഓടിയ കഥകളൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും. അന്നൊക്കെ പലരും പറഞ്ഞു, പടച്ചവനെ ജുമാ നിസ്കരിക്കണം. എന്തൊക്കെയായിരുന്നു അള്ളാഹ്, കരച്ചിലും വിളിയും ബഹളവും, അള്ളാഹുവേ എന്തൊക്കെയായിരുന്നു, ഇല്ലേ? പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ കരയുന്നു എന്ന് പറഞ്ഞ് ഫോണിൽ മൊബൈലിലൊക്കെ പരത്തി, അള്ളാഹുവെ പടച്ചു ജുമായ്ക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരച്ചല്, നിലവിളിച്ചല്. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത് പറഞ്ഞ് 100 പേർക്ക് പള്ളിയിൽ പോകാം, അല്ലേ? 100 പേർക്ക് പള്ളിയിൽ പോകാം, നിസ്കരിക്കാം. 100 പേർക്ക് ജുമാ നിസ്കരിക്കാനുള്ള അനുവാദം കേരളം കൊടുത്തു. ഇപ്പൊ 40 പേര് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല പള്ളികളിലും 20 പേരെയും വെച്ചിട്ട് ഉസ്താദ് എണ്ണുക, അള്ളാഹുവെ 40 തയ്ക്കാൻ. ആലോചിച്ച് നോക്ക്, നമ്മൾ എവിടെ എത്തിയെന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക്. അതാണ് സഹോദരങ്ങളെ മുനാഫിക്കിന്റെ സ്വഭാവം. ഇപ്പൊ പള്ളി മറന്നുപോയി. ഇപ്പൊ ജുമാ നിസ്കരിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച ആണെന്ന് പോലും പലരും അറിയുന്നില്ല. അതൊരു സാധാരണ രീതിയിൽ. ഇനി ജുമാ തുടങ്ങിയാൽ ജുമായുടെ സുന്നത്തും ഫർളും ഷർത്തും അദബും മര്യാദയും പഠിപ്പിക്കേണ്ട അവസ്ഥയാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ എല്ലാവർക്കും അത് രസമായി മാറി. ഇപ്പൊ പള്ളിയിൽ പോകുന്നില്ല, അവരവസ്ഥയിലേക്ക് മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ സ്മരണ, ദിക്റുകൾ നമ്മുടെ നാവിലേക്ക് കടന്നു വന്നാൽ നിഫാക്കിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാണ്, ദിക്റ് പറയുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? പടച്ചവനെ, പലരും ഉസ്താദിനെ കാണുമ്പോ പറയുമല്ലോ, ജീവിതത്തിൽ വലിയ പ്രയാസമാണ്, ദുഃഖമാണ്, ദുരിതമാണ്, കടമാണ്, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധിയാണ്, താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങളാണ്. പടച്ചവരെ, എന്തൊരു ഭാരമായി ജീവിതം, ഒന്നവസാനിച്ചാ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പടച്ച റബ്ബ് തന്ന നാവ് കൊണ്ട് നിനക്കൊരു സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയുമോ? ഒരൽഹംദുലില്ലാഹ് പറയാൻ കഴിയുമോ? ഒരല്ലാഹു അക്ബർ പറയാൻ കഴിയുമോ? ഒരസ്തഗ്ഫിറുല്ലാഹ് പറയാൻ കഴിയുമോ? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമോ? ഇത് പത്രത്തിൽ വരില്ല, ഫേസ്ബുക്കിൽ വരില്ല, പടച്ചവനെ നാട്ടുകാര് കാണില്ല. നീയും അല്ലാഹുവും മാത്രം അറിയുന്ന രഹസ്യമാണ്. ഇങ്ങനെ ഒരു ദിക്റ് പറഞ്ഞാൽ, നാവ് പറയുന്ന ഒരു ദിക്റ് നിനക്കുണ്ടോ? ജനങ്ങൾ മുഴുവനും നാട്ടുകാരുടെ പച്ചയിറച്ചി തിന്നുകൊണ്ട് നടക്കുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് പരദൂഷണമില്ല, ഏഷണിയില്ല, കുത്തിത്തിരിപ്പില്ല, തമ്മിലടിയില്ല, പടച്ചവനെ കള്ളക്കഥകളില്ല, ഒന്നുമില്ലാതെ നാവ് കൊണ്ട് ദിക്റ് പറഞ്ഞുകൊണ്ട് നടന്ന അല്ലാഹു നിന്റെ ജീവിത ഭാരം മാറ്റിത്തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, നിന്റെ ജീവിതം ഭാരം അല്ലാഹു മാറ്റിത്തരികയാണ്, നിന്റെ സർവ്വ പ്രയാസങ്ങളും മാറ്റിത്തരികയാണ്. നിനക്കൊരു ഭാരവുമില്ല, ഒരു പ്രതിസന്ധിയുമില്ല, ഒരു പ്രയാസവുമില്ല. പടച്ചവനെ, സമാധാനമുള്ള ഒരു ജീവിതം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ദിക്റുകൾ പറയുന്ന മജ്ലിസുകളിൽ, അത് ഒറ്റയ്ക്കാകട്ടെ കൂട്ടമായിരുന്നിട്ടാകട്ടെ, എവിടെയാണെങ്കിലും പടച്ചവനെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് പള്ളിക്കകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ചു പേരിരുന്ന് ദിക്റ് പറയുന്നത് കണ്ടാൽ ആ മജ്ലിസിൽ നീ പോയിരിക്കണേ. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുസല്ലയിൽ നിന്റെ വീടിന്റെ അകത്ത് ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിച്ചു, അത് കഴിഞ്ഞിരുന്ന് ഖുർആൻ ഓതി, പടച്ചവനെ ഇനി ബാങ്ക് വിളിക്കുന്നത് വരെ ഇരിക്കണമല്ലോ, ആരും കാണാതെ ആ സമയത്ത് നീ ഇരുന്ന് ദിക്റ് പറഞ്ഞാൽ, ആ ദിക്റ് പറഞ്ഞിട്ട് നീ എഴുന്നേക്കുന്ന സമയത്ത് അല്ലാഹു പറയുകയാ, അൻഖൂമൂ മഗ്ഫൂറൻ ലക്കും ഫഖദ് ബുദ്ദിയത് സയ്യിആതുകും ഹസനാത്. ദിക്റ് പറഞ്ഞിട്ട് എഴുന്നേക്കുന്ന മനുഷ്യനോട് അല്ലാഹു പറയുകയാണ്, നിന്റെ പാപങ്ങൾ മുഴുവനും പുറത്തിരിക്കുന്നു, നിന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തിരിക്കുകയാ. ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോകൂ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും നന്മയായിട്ട് അല്ലാഹു എഴുതിയിരിക്കുകയാ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ നന്മയായിട്ട് മറിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു എഴുന്നേറ്റ് പൊക്കോ എന്ന് അല്ലാഹുവേ ദിക്റ് പറയുന്ന മനുഷ്യനോട് പറയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ദിക്റ് പറഞ്ഞാൽ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലമാണ് 4. അല്ലാഹുവേ അവിടെന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദിക്റ് പറയുന്ന ഒരു മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുവോ? പടച്ചവനെ, പ്രയാസമില്ലാത്ത രീതിയിൽ, ഒരു പേടിയുമില്ലാത്ത രീതിയിൽ ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ നടുവില്, ഈ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ നടുവില് എല്ലാവരും സുഖിച്ച് സന്തോഷത്തോടുകൂടി കഴിയുമ്പോൾ അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് ജീവിക്കുന്നവരുടെ നടുവിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവേ അവന്റെ ഭയം അല്ലാഹു മാറ്റിക്കൊടുക്കുകയാണ്. ജനങ്ങൾ മുഴുവനും പേടിച്ച് വിറച്ചിരിക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകത്തില് അവന് യാതൊരു പേടിയുമില്ല, യാതൊരു പ്രയാസവുമില്ല, യാതൊരു ടെൻഷനുമില്ല. അല്ലാഹു അവന്റെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? യുദ്ഖിലുഹുമുൽ ജന്നാത്തിൽ ഉലാ. അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഉയർന്ന സ്ഥാനമാണ്, ഏറ്റവും ഉയർന്ന പദവിയാണ്. ദിക്റ് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഏറ്റവും ഉയർന്ന പദവി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ദിക്റുകൾ പറയുന്ന ഒരു നാവാണ് നമുക്ക് വേണ്ടത്, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു നാവ് ലഭിച്ചവന് അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മഹാനായ അബൂ ലൈസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ അബൂ ലൈസ് തങ്ങൾ പറയുകയാണ്, 7 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ? 7 വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സദസ്സിലിരിക്കുന്നവരോട്, ഈ വഅദ് ലൈവായി കേൾക്കുന്നവരോട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന 7 വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊന്ന് പഠിക്കാൻ കഴിയുമോ? ഇത് ജീവിതത്തിലൊന്ന് പറയാൻ കഴിയുമോ? ഇത് ജീവിതത്തിൽ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്താ? ഈ
ഈ പറയുന്ന 7 വാചകങ്ങൾ ആരെങ്കിലും പഠിക്കുകയും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്താൽ അബൂ ലൈസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അവനെ ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ മലക്കുകളെ ബഹുമാനിക്കുകയാണ്. ഈ പറയുന്ന 7 ദിക്ർ നിനക്കൊന്ന് പഠിക്കാൻ കഴിയുമോ? ഇത് പറയേണ്ട സമയത്ത് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ ബഹുമാനിക്കുകയാ. 2, കടലിന്റെ നിരകളുണ്ടല്ലോ, തിരമാലകൾ അടിച്ചു വരുമ്പോൾ ആ കടലിന്റെ തിരമാലകൾക്കിടയിൽ നൊരയും പതയും ഉണ്ടല്ലോ, അതിന്റെ അളവറിയുമോ? അത് നമുക്ക് എണ്ണാൻ കഴിയുമോ? റസൂലുള്ളാഹി പറയുകയാ, കടലിന്റെ തിരമാലകൾ കടലിന്റെ നുരയോളം പാപം ചെയ്താലും ഈ 7 കാര്യങ്ങൾ നീ പഠിച്ചാ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇബാദത്ത് ചെയ്യാനുള്ള ഉത്സാഹമാ. നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഉത്സാഹമില്ലാതെ പോയി. മടിയാണ് പടച്ചവര്. ഇബാദത്ത് ചെയ്യാൻ മടിയാണ്, പള്ളിയിലേക്ക് നടക്കാൻ മടിയാണ്, ഖുർആൻ ഓതാൻ മടിയാണ്, ദിക്റുകൾ പറയാൻ മടിയാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ മടിയാണ്. കുറച്ചു സമയം മൊബൈലിന്റെ മുന്നിലിരുന്ന് നസീഹത്ത് കേൾക്കാൻ നമ്മളിൽ പലർക്കും മടിയാണ്. എങ്കിൽ ഈ 7 വാചകങ്ങൾ പഠിച്ചാ അല്ലാഹു നിന്റെ ഇബാദത്തിന്റെ മാധുര്യം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സഹോദരാ, നിന്റെ ജീവിതം സന്തോഷമാ. ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, പണമില്ലെങ്കിലും അധികാരമില്ലെങ്കിലും ആൾബലമില്ലെങ്കിലും മോനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് സമാധാനമുള്ള ജീവിതമുണ്ടല്ലോ. ഇല്ലാത്തത് തന്നെയാണ്. എന്തൊക്കെ ലഭിച്ചിട്ടും സമാധാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാ സഹോദരാ? റസൂലുള്ളാഹി പറയുകയാണ്, ഈ 7 വാചകങ്ങൾ കാണാതെ പഠിക്കാൻ കഴിയുമോ? പറയേണ്ട സമയത്ത് പറയാൻ കഴിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന 4ാമത്തെ പ്രതിഫലം നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അല്ലാഹു തരികയാ. 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് പിരിയുന്ന ഒരു സമയമുണ്ടല്ലോ, അസ്റായിലിനെ കണ്ടുമുട്ടുന്ന സമയമുണ്ടല്ലോ, മലക്കുകൾ കൈകാലുകൾ പിടിക്കുന്ന സമയമുണ്ടല്ലോ, മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന സമയമുണ്ടല്ലോ, നിലവിളിച്ചാൽ ആരും കേൾക്കാത്ത, ആരും സഹായിക്കാനില്ലാത്ത, ആരും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു സമയമുണ്ടല്ലോ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. കടന്നു പിടയുന്ന സമയമുണ്ടല്ലോ, ആ അവസാന സമയം അല്ലാഹു ഖൈറാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനൊരു 7 ദിക്ർ പറഞ്ഞു തരാം, എന്നിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 7 വാചകങ്ങൾ കാണാതെ പഠിക്കുകയും പഠിച്ചാൽ മാത്രം പോരാ, അത് പറയേണ്ട സമയത്ത് പറയണം. ഉസ്താദന്മാർക്ക് ഇത്തിരി ചായ കൊടുക്കുക. ഈ 7 വാചകങ്ങൾ പഠിക്കുകയും വേണം, ജീവിതത്തിൽ ചെയ്യുകയും വേണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്താൽ കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ ബഹുമാനിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷമുള്ള ഒരു ജീവിതം, സമാധാനമുള്ള ഒരു ജീവിതം. നോക്കുമ്പോൾ 2 നില വീട്, 1 കോടി രൂപയുടെ വീട്, കുളിക്കാൻ സ്വിമ്മിംഗ് പൂള്, സഞ്ചരിക്കാൻ ബെൻസ് കാറ്, ജോലി ചെയ്യാൻ 3, 4 വേലക്കാരിമാർ, അല്ലേ? സുന്ദരിയായ ഭാര്യ, മക്കളുണ്ട്, ഡ്രൈവറുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിലൊന്നുമല്ല സമാധാനം ഇരിക്കണം. ഓൻ ടെൻഷനില്ല, ഓന് സമാധാനമില്ല, ടെൻഷനില്ല. ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ അവൻ്റെ ജീവിതം നരകവ, നാശവ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനം വേണോ? സമാധാനം വേണോ?
പൈസ ചെലവില്ലാത്തൊരു വഴി പറഞ്ഞു തരട്ടെ, പൈസ ചെലവില്ലാത്തൊരു വഴി പറഞ്ഞു തരട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞാൽ മതി. 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഹദീസിലുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഏത്? ലാ ഹൗല. ലാ ഹൗല തലവുസ്താദിന്റെ ബൈത്ത് തന്നെ ഉണ്ടല്ലേ സാർ, ലേഖ്യം ലാ ഹൗല ലേഖ്യം കഴിക്കണമെന്നാ. അപ്പൊ ഈ ലാ ഹൗല എന്ന് പറയുന്ന ദിക്ർ പറഞ്ഞാൽ അത് പറഞ്ഞ പിന്നെ അതിന്റെ മതം ഈ ദിക്ർ പറഞ്ഞിട്ടാ ഒരു ചങ്ങാതി ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായത്. ഒരു സഹാബിയുടെ ചരിത്രം തന്നെയുണ്ട്. ഒരു സഹാബിയുടെ ചരിത്രമുണ്ട്. ഈ ദിക്ർ പറഞ്ഞിട്ട് നേരം വെളുത്തപ്പോൾ അംബാനിയായ ഒരു സഹാബിയുടെ ചരിത്രം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ അത് പറയണില്ല, അങ്ങോട്ട് പോണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ 2 സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു തരും. 3 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവൻ അള്ളാഹ് പുറത്തുതരും. അതാ, കടലിന്റെ നുരകളോളം നീ ജീവിതത്തിൽ പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു നിന്റെ പാപം പുറത്തു തരും. ഈ 7 വാചകങ്ങൾ പറയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തെ പ്രതിഫലം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടുത്തെ ഈ ദുനിയാവിൽ ഇബാദത്തിന്റെ മാധുര്യം, അതിനൊരു രസമുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു ലഹരി. അതുകൊണ്ടാണ് ഈ മഹാന്മാരൊക്കെ, ഒരു മഹാൻ മരിക്കുന്ന സമയത്ത് കരയുക. ഇപ്പൊ ചോദിച്ചു, എന്തിനാ കരയണേ? മരിക്കാനുള്ള പേടിയുണ്ടാ? അല്ല. മരിക്കാനുള്ള പേടി കൊണ്ടാണോ നിങ്ങൾ കരയണ? അല്ല. നിസ്കരിക്കുമ്പോ കിട്ടിയിരുന്നൊരു സുഖമുണ്ടല്ലോ, ഇനി അത് കിട്ടില്ല. മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സഹാബിയ. അവിടെ നിന്ന് ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിട്ട് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിരിക്കുക. താഴെ നിൽക്കുന്നത് മുഴുവനും ഹുബൈബിന്റെ ചങ്ങാതിമാരാ, കൂട്ടുകാരാ, കൂടെ നടന്നവരാ. അവര് ചോദിച്ചു, എടാ ഹുബൈബ്, ചെറിയ പ്രായവാടാ, പെണ്ണുപോലും കെട്ടിയിട്ടില്ലടാ, ചാവണോ? നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ, ചെറിയ പ്രായക്കാരനാണ്, ഈ സമയത്ത് നിനക്ക് മരിക്കണോ ഹുബൈബ്? മുഹമ്മദിനിടെ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് നീ വാടാ ഹുബൈബ്, വാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവർ ചോദിച്ചു, എങ്കിൽ മുഹമ്മദിനെ ഒരു ചീത്ത വിളിച്ചാൽ മതി, മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ വെറുതെ വിട്ടേക്കാം. ഹുബൈബ് നിങ്ങൾ തയ്യാറായില്ല. അവസാനം കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോന്ന്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരം തന്നാ മതി. അവസാനത്തെ ആഗ്രഹം 2 റക്അത്ത് നിസ്കരിക്കണം. ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹുവിന് അവിടുന്ന് ശത്രുക്കൾ അനുവാദം കൊടുത്തപ്പോൾ കഴുകുമരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് പടച്ചവനെ അവിടുന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. 2 ചെറിയ സൂറത്തുകളാണ് ഓതിയത്. പെട്ടെന്ന് അവിടുന്ന് നമസ്കാരം പൂർത്തീകരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, പടച്ചവനെ, എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കാറ്. റബ്ബേ, ഇന്ന് ചെറുത് ഓതിയിട്ട് എളുപ്പം നിസ്കരിച്ചത്. അല്ലാഹുവേ, എനിക്ക് പടച്ചവനെ ആഗ്രഹമില്ല എന്നിട്ടല്ല, വലിയ സൂറത്തുകൾ ഓതിയിട്ട് നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചുരുക്കാൻ കാരണം എന്തെന്നറിയുമോ? എന്റെ നമസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എന്റെ നിസ്കാരം നീണ്ടുപോയ ഇവന്മാര് വിചാരിക്കും പേടിച്ചിട്ട് കിടന്ന് ഇബാദത്ത് ചെയ്യുന്നെന്നും. അല്ല, എനിക്ക് പേടിയില്ല. അല്ലാ, പടച്ചോനെ, നിസ്കരിക്കുമ്പോൾ വലിയ വലിയ സൂറത്തുകൾ ഓതി അതിന്റെ അനുഭൂതി, അല്ലാഹ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു രംഗം, അല്ലാഹുവേ, ഇനി അതില്ലല്ലോ. ആ ഓർത്തിട്ട മഹാനവറുകൾ കരഞ്ഞത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് കുൽഹു അല്ലാ ഇന്നാഅതൈനി എല്ലാ ദിവസവും ഓതിയ അത് തന്നെ മതി. അൽഹംദുലില്ലാ. മുസമ്മിൽ ഉസ്താദൊക്കെ വലുത് ഓതുമ്പോൾ ചിലർക്കൊക്കെ ചുമ വരുന്ന അവസ്ഥ. നമ്മൾ പുറകിൽ നിന്ന് ചുമയ്ക്ക് അയച്ചങ്ങാതി എന്തപ്പ വല്ല വല്ലുഹൊക്കെ ഓതിക്കൂടെ എന്ന്. ഇതാ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇവിടുത്തെ കാര്യമല്ലപ്പാ, ഉദാഹരണം പറയും, മുസമ്മിലിനല്ലേ പറയാൻ പറ്റും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പല പള്ളികളിലും ചുമകളൊക്കെ കേൾക്കാം ഉസ്താദന്മാര്. പിന്നെ ആഗ്രഹിക്കും സുബഹിക്ക് വലിയ സൂറത്ത് ഓതിയാൽ മതി, കാരണം ഉറങ്ങാൻ നിന്ന് സുഖമായിട്ട് അല്ലേ. സുബഹിക്ക് വലിയ സൂറത്ത് ഉസ്താദ് വെള്ളിയാഴ്ച ദിവസമൊക്കെ സജദയാവോ തന്നെ കുറച്ചൊന്ന് കണ്ടു നോക്കണം. ഉസ്താദ് ഈ സജദൊക്കെ ഓതിയിട്ട് സഹവിന്റെ സുജൂദ് കൊണ്ട് ചെയ്യാൻ പോവാ, പല പറയത്തില്ല, റുക്കോയിൽ തന്നെ നിൽക്കുക, നേരെ പോയിട്ട് എഴുന്നേറ്റ് ഇത് ഏത് നിസ്കാരം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ഈ പറഞ്ഞ 7 ദിക്റുകൾ പറഞ്ഞാൽ ഇബാദത്തിന്റെ മാധുര്യം അല്ലാഹു നമുക്ക് രുചിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവൻ രക്ഷപ്പെടും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഒരു ഹൈറായ മരണം അതല്ലേ വേണ്ടേ? എവിടെയെങ്കിലും കിടന്ന് എത്താൻ മതിയോ?
എവിടെയെങ്കിലും കിടന്ന് എത്താൻ മതിയോ? ഇല്ല ഉസ്താദെ, തഴമ്പുണ്ട്, താടിയുണ്ട്, പള്ളിയിലെ ഉസ്താദാണ്, പള്ളിയുടെ പ്രസിഡന്റാണ്, പ്രഭാഷകനാണ്, ഹാഫിളാണ്, ആലിമാണ്, കഴിയും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഖുർആൻ വായിച്ചു നോക്കിയാൽ മതി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെക്കാളും വലിയ കൊലകൊമ്പനായിരുന്നു ആര്? ഇബ്ലീസ്. എന്ത് പറ്റി? ജിബ്രീൽ അലൈഹിസ്സലാം പാതിരാത്രി റസൂലുള്ളാഹി തങ്ങളെ നോക്കുമ്പോൾ ഒരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പോയി നോക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് കരയാ. പടച്ചോനെ, നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. അവിടെ നിന്ന് ഇങ്ങനെ കരയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എത്ര ജിബ്രീൽ, നീ എന്തിനാ കരയണ? നീയല്ല ഈ മലക്കുകൾ വഹിയായിട്ട് വരുന്ന ചങ്ങാതി. എല്ലാ പ്രവാചകന്മാർക്കും വഹിയുമായിട്ട് കടന്നു വരുന്ന നീയല്ലേ, നീ എന്തിനാ എങ്ങനെ പേടിക്കണേ? അപ്പോഴാ ചോദിച്ചത്, ഞങ്ങളുടെ ഉസ്താദായി ഇബ്ലീസ്. ഓന്റെ ഗതി എന്താന്ന് കണ്ടില്ലേ? ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്നു അസാസിയിൽ. അവന്റെ അവസ്ഥ കണ്ടില്ലേ? പിന്നെ എങ്ങനെ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 7 വാചകങ്ങൾ പറഞ്ഞു തരാം, പഠിച്ചോ. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പോരാ, 1, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത്? അപ്പൊ കാണാതെ പഠിക്കേണ്ട 7 വാചകത്തിൽ 1-ാമത്തെ വാചകം ഏതാ? ഇതെപ്പോഴാ ഉപയോഗിക്കേണ്ടേ? നിസ്കരിക്കുമ്പോഴാ. പിന്നെ ഏത് നല്ല കാര്യം ചെയ്യാം, ഏത് കാര്യം ചെയ്യുമ്പോഴല്ല. കള്ളു കുടിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിക്കുന്നവരുണ്ടല്ലോ, അതല്ലപ്പാ വർക്കത്തില്ലേ. പണ്ട് ആരോ ഒരാൾ പറയുന്നുണ്ട്, കള്ള് ഷാപ്പിൽ പോയിരുന്നിട്ട് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാണ് ഞണ്ടിന്റെ ഇറച്ചി ഞണ്ട് കൊണ്ടുവച്ചോ, ഇതങ്ങ് കറാഹത്താണ്. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞണ്ടോ അതുപോലെ തന്നെ മറ്റേ കക്കയോ എന്തോ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഓൻ പറയും, ഇത് വേണ്ട, കറാഹത്താണ് നിങ്ങൾക്ക്. അപ്പൊ കുടിക്കണത് എന്താ? അതുപോലെ അങ്ങനല്ല, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഈ 1-ാമത്തെ കാര്യം എന്താ? 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-ാമത്തെ കാര്യം, എന്ത് കാര്യത്തിൽ നിന്ന്, നല്ല കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ. എന്ത് പറയണം? അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 3-ാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അനാവശ്യ സംസാരം കേൾക്കുകയാണെങ്കിൽ എന്തു പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്തു പറയണം? മോശമായ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഒരു മോശമായ കാര്യം കേൾക്കുക, അസ്തഗ്ഫിറുല്ലാഹ്. അല്ലേ, തെറ്റുകൾ കാണുമ്പോൾ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ 3-ാമതായി പഠിക്കേണ്ട വാചകം അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പറചങ്ങായിമാരെ, 4, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-ാമത്തെ കാര്യം, പിന്നീട് ഒരു കാര്യം ചെയ്യാം, നാളെ കാണാം, നാളെ തരാം, നാളെ പറയാം, നാളെ വരാം. അപ്പൊ എന്തു പറയണം? അല്ലാതെ നാളെ വരാന്നാണോ പറയണ്ടേ? അല്ല, നാളത്തേക്ക് ഒരു ഇൻഷാ അല്ലാ പറയാത്തതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം തന്നെയുണ്ട്. ഒരു ഇൻഷാ അല്ലാ പറയാനൊരവസരത്തിൽ മുത്തുനബി വിട്ടുപോയപ്പോൾ വഹി വരെ കുറെ നാൾ നിന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ എന്ന ഒരു വാക്കിന് വലിയ വിലയാ, വലിയ മഹത്വ. ചില സമയങ്ങളിൽ അതൊന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയേ ഉള്ളൂ. അത് പറയാതെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം പിന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാ അത് പറയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5-ാമത്തെ കാര്യം, വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ, അല്ലാഹുവേ, കള്ളു കുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, പരസ്യമായി പലിശ കൊടുക്കുന്നു, വൃത്തികേടുകൾ, മോശമായ വൃത്തികെട്ട കാര്യങ്ങൾ കാണുമ്പോൾ നീ അവിടെ നിന്ന് പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നീ കാവല് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, നീ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. പരസ്യമായിരുന്ന മുസ്ലിമീങ്ങൾ കള്ളു കുടിക്കുകയാണ്, അല്ലെങ്കിൽ വ്യഭിചരിക്കുകയാണ്. പടച്ചവനെ, മുസ്ലിം താടിയുള്ള ഹാജിയാര് തന്നെ പലിശയ്ക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 6-ാമത്തെ കാര്യം എന്താ? പടച്ചവനെ, മുസീബത്ത് ഉണ്ടായാൽ, എന്തെങ്കിലും മരണം കേട്ടാൽ, അപകടങ്ങൾ കേട്ടാൽ, ദുരന്തങ്ങൾ കേട്ടാൽ, ദുഃഖവാർത്തകൾ കേട്ടാൽ, എന്തിന്
വീട്ടിന് കരണ്ട് പോയാൽ, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് കരണ്ട് പോയാ, വീട്ടിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കൊന്നണഞ്ഞു പോയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നമ്മളിതാകെ പറയണത് എപ്പോഴാ? മരണം. പള്ളിയിൽ നിന്ന് കേൾക്കാം ഇന്നാലില്ല, ആരോ തീർന്നു, അത്ര തന്നെ. നമുക്കാകെ എങ്കിൽ കത്തിച്ചു വെച്ചിരുന്ന വിളക്കണഞ്ഞ, എൻ്റെ വീട്ടിൽ വെച്ചിരുന്ന ഒരു ഗ്ലാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഉസ്താദിന്റെ വീട്ടിൽ ചായ കൊണ്ടുവച്ച ഗ്ലാസ് ഒന്ന് താഴെ വീണപ്പോ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളോ അല്ലാഹു അഅലം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസീബത്തല്ലേ ഒരു ഗ്ലാസ് താഴെ വീണ്, കയ്യിലിരുന്ന ഫോൺ താഴെ വന്ന് വീണ്, മുസീബത്തല്ലേ? എന്തൊരു വിപത്തുണ്ടായി അപ്പ പറയണം ഇന്നാ ലില്ലാഹ്. ഏഴാമതായിട്ട് അവിടെ നിന്ന് പറയുകയാണ് അക്സിറൂ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ നീ പഠിക്കണേ, അധികമായിട്ട് പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 7 വാചകങ്ങൾ മറക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇൻഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട്, അല്ലാഹു തന്ന നാവ് ദിക്ർ പറയുന്ന നാമാണോ, ദിക്ർ പറയുന്ന നാമാണോ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പരിശുദ്ധമായ ഖുർആൻ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 63 വർഷക്കാലം മക്കയിലും മദീനയിലുമായി ജീവിച്ച മുത്തുനബി ഉണ്ടല്ലോ. മുത്തുനബിയുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുമായി ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ فسبح بحمد ربك واستغفره إنه كان توابا. ഈ സൂറത്ത് വന്ന് ഓതി കൊടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു പോയി, താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകിപ്പോയി. ചരിത്രം പറയുകയാ, പിന്നീട് പ്രവാചകന് 2-3 പ്രാവശ്യം മാത്രമേ, സൂറത്ത് ഇറങ്ങിയതിന് ശേഷം 2-3 പ്രാവശ്യം മാത്രമേ പിന്നെ പ്രവാചകൻ മരിക്കുവോളം ചിരിച്ചിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് ചരിത്രം പറയുന്നു 2-3 പ്രാവശ്യം അത്രേ ചിരിച്ചിട്ടുള്ളൂ. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ പ്രവാചകൻ അമിതമല്ല, പ്രവാചകന്റെ പുഞ്ചിരിയല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഇത് പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളം വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന നബിയെ, സമയമായി ഒരുങ്ങിക്കോ, നബിയെ സമയമായി, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. സമയമായി, ഇസ്തിഗ്ഫാർ ദിക്റുകളൊക്കെ തുടങ്ങിക്കോ, തൗബ ചെയ്തോ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായി. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ പ്രവാചകൻ ചിരിച്ചിട്ടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മരണത്തിന്റെ അടയാളങ്ങൾ അങ്ങനെ ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം അടുത്തു വന്നപ്പോൾ പലർക്കും അറിയാൻ കഴിഞ്ഞു. സഹാബികളൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനാണല്ലോ സ്നേഹം, അങ്ങനെ. എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനി പിടിച്ച് കിടക്കുന്നു. കാണാൻ പോയി അബൂബക്കർ തങ്ങൾ. വീട്ടിൽ വന്നപ്പോൾ അബൂബക്കർ തങ്ങളും കിടപ്പില്ല, പനിയായി പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തു വരുന്ന രംഗം ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു,
അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമുള്ള സ്വഹാബിയാണ്. അബൂബക്കർ തങ്ങൾ ജീവിച്ചിരുന്നത് മുത്തുനബിക്ക് വേണ്ടിയാണ്. ആ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു, റഅയ്തുൽ ബാരിഹ, അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, വെളുപ്പാങ്കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ രാത്രി സ്വപ്നം കണ്ടോ? ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ? സഹാബത്ത് കണ്ടവര് പറയും. പ്രവാചകൻ കണ്ട സ്വപ്നം സഹാബത്തിന് പറഞ്ഞു കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ സ്വപ്നം കാണാറുണ്ടോപ്പാ? നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും മോശമായ സ്വപ്നങ്ങൾ ഹദീസിലുണ്ട്. പഴയ ആൾക്കാരൊക്കെ പറയും, മോശമായ സ്വപ്നം കണ്ടാൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പണമെന്ന്, ഇല്ലേ? പറയാറുണ്ടാ? പഴയ ആൾക്കാര് ചിരിക്കൊന്നും വേണ്ട. ഞാൻ ഈ അടുത്ത് ഹദീസിൽ കണ്ടതാ. മഹാനായ പ്രവാചകൻ ചുമ്മാതല്ല, മോശമായ എന്തെങ്കിലും ഭയാനകമായ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ അത് ശൈത്താന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ എന്ത് ചെയ്യണം? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ 3 പ്രാവശ്യം തുപ്പണമെന്ന ഹദീസ് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊന്നും വെറുതെ ഇല്ല. നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അത് പറയാൻ പാടില്ല എന്ന്. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ ഉസ്താദന്മാരുടെ അടുക്കൽ വന്നിട്ട് അതിൻ്റെ എന്താണത്, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാം. എന്താണെന്ന് ചോദിക്കാൻ, അല്ലാതെ പറഞ്ഞുകൊണ്ട് കിടക്കരുതെന്ന സ്വപ്നങ്ങൾ. സ്വപ്നം എന്ന് പറഞ്ഞാൽ അതല്ലേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടാൽ പറയാൻ പാടില്ല എന്ന്, പറഞ്ഞുകൊടുക്കാൻ പാടില്ല എന്ന്. അള്ളാഹു നമുക്ക് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ തലപ്പാവ് താഴെ വീഴുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കണ്ട സ്വപ്നം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലപ്പാവുണ്ടല്ലോ, അത് താഴെ വീഴുകയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ താഴെ വീണ തലപ്പാവ് അല്ലാഹുവേ അബൂബക്കർ തങ്ങൾ തന്റെ കൈ കൊണ്ടെടുക്കുകയാണ്. വൗകബിലഹാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താഴെ വീണ തലപ്പാവ് തന്റെ കൈ കൊണ്ടെടുത്ത് അതിലൊന്ന് ചുംബിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളോട് ഈ കണ്ട സ്വപ്നം എന്ന് പറയുമ്പോ ഇതിന്റെ എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥമെന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഇർതഹിലൂ മിൻ ദാരി ദുനിയാ ഇലാ ദാരിൽ ബഖാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്ന, അബൂബക്കറേ, ഇതെന്റെ മരണമടുത്തതിന്റെ അടയാളമാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തതിന്റെ അടയാളമാണ്. തലപ്പാവ് താഴെ വീഴുന്നു. അബൂബക്കർ തങ്ങൾ അത് എടുത്ത് ചുംബിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അത് മരണത്തിന്റെ അടയാളമാ. രണ്ടാമതായി കടന്നു വരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ മുന്നിൽ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ട് നബിയേ, മോതിരത്തിന്റെ കല്ല് താഴെ വീഴുന്നതായി, മോതിരത്തിന്റെ കല്ല് താഴെ വീഴുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, ഉമറേ, എല്ലാ പ്രവാചകന്മാരും മോതിരമാണ്, എല്ലാ പ്രവാചകന്മാരും മോതിരമാണ്. ആ മോതിരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കല്ല് ഞാനാ. അത് താഴെ വീഴുന്നതായി കണ്ട അത് വഫാത്തിന്റെ അടയാളമാ. പടച്ചവനെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആരാ? 63 വയസ്സുകാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, 63 വയസ്സെന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ യുവത്വമാണ്. നമ്മളെ പോലെയല്ല. 63 വയസ്സുള്ള പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത ആരോഗ്യവാനായിരുന്നു. പ്രവാചകന് വലിയ ആരോഗ്യമുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ 20 രോമമേ നരച്ചിട്ടുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മുത്തുനബിയുടെ 20 മുടികൾ നരച്ചു എന്ന് ചരിത്രം പറയുമ്പോ ഒരിക്കലും സ്വഹാബികൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് സ്വഹാബത്ത് ചിന്തിച്ചിട്ട് പോലുമില്ല.
പോലുമില്ല. ആ സമയത്താണ് ഉമർ തങ്ങളോട് പറയുന്ന, ഉമറ് എന്റെ വഫാത്തെടുത്തതിന്റെ അടയാളമാ. മൂന്നാമത് വരുന്നതാരാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അവിടെ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഞാനൊരു സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇന്ന മുസ്ഹഫ യകൂനു ഫീ ഹിജ്രിഹി. അതാ അവിടെന്ന് പറയുന്ന, ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു കാറ്റടിച്ചു. ഖുർആനിന്റെ പേജുകൾ മുഴുവനും പറന്നു പോകുന്നു നബിയേ. അല്ലാഹുവിന്റെ ഖുർആനിനെ വല്ലാതെ സ്നേഹിച്ച ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നെഞ്ചത്ത് ഖുർആൻ പിടിച്ചുകൊണ്ട് ഷഹീദായ സ്വഹാബിയാണ്. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളാ പറയുന്നത്, ഒരു കാറ്റടിച്ചപ്പോ ഖുർആനിന്റെ പേജുകൾ മുഴുവനും പറന്നു പോകുന്നതായി ഞാൻ അവിടെ നിന്ന് സ്വപ്നം കണ്ടു നബിയേ. അതിന്റെ അർത്ഥമെന്ത് നബിയേ? അതിന്റെ അർത്ഥമെന്ത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഹി നിലച്ചു പോകുന്നതിന്റെ അടയാളമാ, എന്റെ വഫാത്തിന്റെ അടയാളമാ, വഹി അവസാനിക്കാൻ പോകുന്നതിന്റെ അടയാളമാ. അതാ കടന്നു വരുന്നു മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലെ ഒരു സ്വപ്നം കണ്ടു നബിയേ. എന്റെ സ്വപ്നമെന്നറിയുമോ? എന്റെ പരിചയുണ്ടല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, അതാ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കുന്ന ഒരു പടയങ്കിയുണ്ട്, വെട്ടുകൊള്ളാതിരിക്കാ, അമ്പ് കൊള്ളാതിരിക്കാ. അതാ ധരിച്ചിരുന്ന ഒരു പടയങ്കിയുണ്ട്, അത് താഴെ വീഴുന്നതായ സ്വപ്നം കണ്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയേ, നിന്റെ ഏറ്റവും വലിയ ശക്തി ഞാനാണ് അലിയേ, നിന്റെ ഏറ്റവും വലിയ ശക്തി ഞാനാണ്. അലിയാര് തങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അല്ലാഹുവിന്റെ റസൂലാണ്. പടച്ചവനെ, അവിടത്തെ പടയെങ്കി താഴെ വീഴുന്നതായി കണ്ടോ? അതെന്റെ വഫാത്തിന്റെ അടയാളമാ. ഓരോ സ്വഹാബികളും സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയുടെ മകനാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നൽ ഖമറ ഉർഫിഅ മിനൽ അർളി. അവിടെന്ന് പറയുന്നു, ഭൂമിയിൽ നിന്ന് ഒരു വലിയ ചന്ദ്രനുണ്ടല്ലോ, ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചന്ദ്രൻ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതായി ഞാൻ സ്വപ്നം കണ്ടു നബിയേ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാ, അബ്ബാസേ, അതെന്റെ വഫാത്തിന്റെ അടയാളമാ. പല സ്വഹാബാക്കൾക്കും അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. വഫാത്തിന് മുമ്പ് പ്രവാചകന് പലരോടും സൂചന കൊടുത്തിരുന്നു. മറക്കാൻ കഴിയാത്ത ഒരു സൂചനയാണ് മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകൻ ഒരുപാട് സ്നേഹിച്ച മുആദ് തങ്ങൾക്ക് പ്രവാചകനോട് വലിയ സ്നേഹമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും വല്ലാത്ത സ്നേഹമായിരുന്നു. യമനിന്റെ ഗവർണറായി മുആദ് റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് വേണ്ടി തീരുമാനിക്കുകയാണ്. അവിടെ നിന്ന് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഇന്നക അസാ അൻ തൽഖാനി ബഅദ ആമി ഹദാ. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ അവിടുത്തെ വാഹനത്തിന്റെ മുകളിൽ കയറ്റുകയാണ്. മുആദ് തങ്ങളെ ഒട്ടകത്തിന്റെ മുകളിൽ കയറി റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകത്തിന്റെ താഴെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുതിരയുടെ കൂടെ നടന്നു പോവുകയാ. അത് വല്ലാത്ത ഒരു രംഗമാണ്, ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. അതാ മുആദ് റളിയല്ലാഹു തആല അൻഹു അതാ ഒട്ടകത്തിന്റെ മുകളില്, മുത്തുനബി അതാ താഴെ ഇങ്ങനെ നടന്നു പോവുകയാണ്. വല്ലാതെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അങ്ങനെ മുആദ് റളിയല്ലാഹു തആല അൻഹു
മുആദ് ഇങ്ങനെ നടന്ന് പോകാ സമയമാകുമ്പോ, അവിടുന്ന് പിരിയാ സമയമാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിക്കുന്നു, മുആദേ ഇനി നീ തിരിച്ചു വരുമ്പോ, ഇനി 1 വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്, ഒരുപാട് നാള് കഴിഞ്ഞിട്ടാണ് മുആദ് തങ്ങളെ തിരിച്ചു വരുന്നത്. ഒരു നാടിന്റെ ഗവർണറായിട്ട് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മുആദേ ഇനി നീ തിരിച്ചു വരുമ്പോ എന്നെ കാണണമെന്നില്ല, എന്റെ ഖബറിന്റെ ചാരത്തുകൂടെ, എന്റെ മന്ദ പള്ളിയുടെയും ഖബറിന്റെ ചാരത്തുകൂടെ നീ നടന്നു പോകാം മുആദേ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറയുമ്പോ ഫബകാ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൺതടങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. ഇനി തിരിച്ചു വരുമ്പോ ചിലപ്പോ നീ എന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകാം. അല്ലാഹുവിന്റെ റസൂലിന്റെ പറച്ചില് കേട്ടപ്പോ മുആദ് തങ്ങളുടെ നെഞ്ചു പിടയുകയാ. മുത്തുനബിയുടെ വഫാത്തോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തോ അവിടെന്ന് സഹിക്കാൻ കഴിയുന്നില്ല. വല്ലാതെ തേങ്ങുകയാണ്. വാഹനത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വല്ലാതെ കരയുമ്പോ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു കൊടുത്തു, മുആദേ ഇന്ന ഔലന്നാസി ബി ഇല്ലൽ മുത്തഖൂൻ. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്ത കാര്യമെന്തെന്നറിയുമോ? നാളെ പ്രവാചകരോട് ഏറ്റവും അടുത്തവരാരെന്നറിയുമോ? മുത്തുനബി വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാരെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ തയ്യാറായിക്കോ, തയ്യാറായിക്കോ. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്തിലെ ഓരോ വ്യക്തികളും അവിടെന്ന് സ്വപ്നം കണ്ടു. അതിന്റെ വിവക്ഷ പറഞ്ഞപ്പോ തന്നെ പലരും കരയാൻ തുടങ്ങി. അവർക്ക് താങ്ങാൻ കഴിയില്ലായിരുന്നു. കാരണം അവര് പ്രവാചകനെ സ്നേഹിച്ചത് അത്രയ്ക്കും വലുതായിട്ടാണ്. അവരുടെ ഉപ്പയേക്കാൾ, അവരുടെ ഉമ്മയേക്കാൾ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരികയാണ്. അബൂ ഹുറൈറ തങ്ങളുടെ മുഖം വല്ലാത്ത പ്രയാസത്തിലാ. പള്ളിയുടെ ഒരു മൂലയിൽ വന്നിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ രംഗം കണ്ടിട്ട് അവിടെന്ന് ചോദിക്കുന്നു, അബൂ ഹുറൈറ എന്തേ നിനക്ക് പറ്റിയത്, എന്തേ നിനക്ക് പറ്റിയത്? അബൂ ഹുറൈറ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് എന്റെ ഉമ്മ നിങ്ങളെ ചീത്ത വിളിക്കുന്നു നബിയേ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ മുസ്ലിമായിട്ടില്ല. എന്നും ഉമ്മാനെ ഉപദേശിക്കും, മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇത് പറയുന്ന സമയത്തല്ലാ ഉമ്മ മുത്തുനബിയെ മോശമായി പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മോശമായിട്ട് പറയുകയാ. സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ഉമ്മ മോശമായിട്ട് പറയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ പള്ളിയുടെ മൂലയിൽ വന്നിരുന്നിട്ട് കരയുകയാണ് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എന്റെ ഉമ്മയല്ലേ നബിയേ, അങ്ങയെ കുറിച്ച് മോശമായി പറയുന്നത് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ ഉമ്മാന് ഹിദായത്ത് കിട്ടാ ഒന്ന് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹുറൈറ തങ്ങളവിടെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, റസൂലുള്ളാഹി ദുആ ചെയ്തു, റസൂലുള്ളാഹി ദുആ ചെയ്തു. അബൂ ഹുറൈറ ഓടുകയാണ്. മുത്തുനബിയല്ലേ ദുആ ചെയ്തത്, അല്ലാഹുവിന്റെ റസൂലല്ലേ ദുആ ചെയ്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് കുളിച്ചൊരുങ്ങുകയാണ്. റബ്ബേ
ചീത്ത വിളിച്ച അബൂ ഹുറൈറയുടെ ഉമ്മ, മുത്തുനബിയെ മോശമായി പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ, അവിടുന്ന് പരിശുദ്ധമായ ദീനിന്റെ കൊടിക്കീഴിലേക്ക് അവിടുന്ന് കടന്നു വന്നു എന്ന് ചരിത്രം പറയുമ്പോ സ്വന്തം ഉമ്മ പോലും മുത്തുനബിയെ മോശമായി പറഞ്ഞപ്പോ സഹിക്കാൻ കഴിയാത്ത സഹാബത്ത് മറക്കാൻ കഴിയോ? റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ സ്വന്തം പിതാവിന്റെ തലയെടുത്ത മക്കളുടെ ചരിത്രം നമുക്കറിയില്ലോ. എങ്ങനെയായിരിക്കും അവർ റസൂലുള്ളാഹിയുടെ വഫാത്ത് കേട്ടത്? മുത്തുനബി അവരോട് യാത്ര പറഞ്ഞത് എങ്ങനെയാണ്? മുത്തുനബി അവർക്ക് കൊടുത്ത വസിയ്യത്ത് എന്തായിരുന്നു? അല്ലാഹുവേ, പഠിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹുവിന്റെ ശഫാഅത്ത് തരണേ അല്ലാ, അവിടുത്തെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, നാളെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് വാങ്ങി കടന്നു പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ.